പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ മസാല ദോശ ഉണ്ടാക്കി. മസാല ദോശയ്ക്ക് പൊട്ടറ്റോ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് ഗോൾഡൻ ഷെയ്ഡായപ്പോൾ 2 സവാളയും വരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ജീരകം ചേർക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ സവാളയെല്ലാം ഇതുപോലെ വശങ്ങളിലേക്ക് നീക്കിയിട്ട് അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് വേവിച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. 4 ഉരുളക്കിഴങ്ങാണ് ഇവിടെ വേവിച്ച് ഉടച്ചിരിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടറ്റോ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ തേങ്ങ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 ചെറുള്ളി, 2 കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഇതെല്ലാം ഒന്ന് ചേർത്തരച്ച് കടുകും മുളകും താളിച്ചപ്പോൾ ഇവിടെ ചട്നി റെഡി ആയിട്ടോ. പാൻ ചൂടായപ്പോൾ അല്പം നെയ്യ് ഒഴിച്ച് ദോശയും ചുട്ടെടുത്തു. കിഴങ്ങ് മസാലയും വെച്ച് മടക്കിയപ്പോൾ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നേരത്തെ വെച്ചിരുന്ന സാമ്പാറുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കളറായിട്ടോ.